ഗ്ലോറി ടു ഗാഡ്. ക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനം. ഇൻ ക്രൈസ്റ്റ് ഗ്ലോറി എന്ന മീഡിയയിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായിട്ടാണ് ഈ സന്ദേശം കേൾക്കുന്നത് എങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആഴ്ചയിൽ 3 ദിവസം തിങ്കൾ, ബുധൻ, ശനി രാത്രി 9 മണിക്ക് ഈ മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും പ്രോത്സാഹനവും കൊണ്ട് കർത്താവിൻ്റെ കൃപയാൽ വളരെ അനുഗ്രഹത്തോടെ എപ്പിസോഡുകൾ നിങ്ങളുടെ അടുക്കേക്ക് കൈമാറുവാൻ കർത്താവ് സഹായിക്കുന്നു. ഇന്ന് ദൈവം എൻ്റെ ഹൃദയത്തിലേക്ക് നൽകിയ ഒരു അഭിഷേകം എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കുവാൻ കർത്താവ് ഒത്തിരി നിയോഗം എനിക്ക് 2 ദിവസമായി ലഭിക്കുന്നുണ്ടായിരുന്നു. ആ അഭിഷേകത്തെക്കുറിച്ച് പല തലത്തിൽ ദൈവം ഉപയോഗിക്കപ്പെടുന്നവരുടെ എല്ലാം പുറകിൽ ഒരു ചരിത്രം ഉണ്ടാകും. ഏത് മനുഷ്യനും ഈ കാലഘട്ടത്തിലാകട്ടെ, കഴിഞ്ഞ കാലഘട്ടങ്ങളിലാകട്ടെ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തിരുവചനം വായിക്കുമ്പോഴാകട്ടെ, നമ്മളെല്ലാവരും കാണുന്നത് എവിടെയെങ്കിലുമൊക്കെ തകർന്നു പോയിട്ടുള്ളവന്, എവിടെയെങ്കിലുമൊക്കെ ക്ഷീണിക്കപ്പെട്ടു പോയവനെയാണ് പിൽക്കാലത്ത് ദൈവമെടുത്ത് ഉപയോഗിച്ചതായി കാണുവാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിൽ നീ എവിടെയെങ്കിലുമൊക്കെ ക്ഷീണിച്ചു പോകുകയോ തകർന്നു പോയിട്ടുണ്ടോ എങ്കിൽ ഓർത്തുകൊള്ളുക, നിന്റെ പുറകിൽ ശക്തമേറുന്ന ഒരു അഭിഷേകം വെളിപ്പെടാൻ പോകാനുള്ള സമയമായി. ദൈവം നിന്നെ ഉപയോഗിക്കും. ദൈവജനത്തെ നമുക്കറിയാം. കഴുതെ അന്വേഷിച്ചു പോയ ഒരു മനുഷ്യനെക്കുറിച്ചും കൂട്ടരെക്കുറിച്ചും നമുക്കറിയാം, അല്ലേ? അപ്പൻ്റെ കഴുതെ അന്വേഷിച്ചു പോയവർ. അവർ അവസാനം എവിടെ ചെന്നു? ഒരു പ്രവാചകന്റെ അടുത്തേക്ക് കടന്നു ചെന്നു. ആ പ്രവാചകന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ, ആ പ്രവാചകനെ കണ്ടപ്പോൾ, ആ പ്രവാചകനിൽ നിന്ന് വെളിപ്പെട്ടു വന്നത് ഒരു അഭിഷേകമായിരുന്നു. വചനത്തിൽ വായിക്കുന്നു, 1 ശമൂവേലിന്റെ പുസ്തകം 10-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ കാണുന്നത്, അപ്പോൾ ശമൂവേൽ തൈലപാത്രമെടുത്ത് അവൻ്റെ തലയിൽ ഒഴിച്ച് അവനെ ചുംബിച്ചു പറഞ്ഞത്, യഹോവ തൻ്റെ അവകാശത്തിനായി പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നാണ്. 9-ാമത്തെ അധ്യായത്തിൽ ശൗൽ കഴുതെ അന്വേഷിച്ചു പോകുന്നതിനെക്കുറിച്ച് വ്യക്തമായി കാണുന്നുണ്ട്. അതിനുശേഷം അതിനകത്ത് നിന്ന് അവർ എന്ത് ചെയ്യണം, തിരിച്ചു പോകാമെന്ന് ചിന്തിക്കുമ്പോൾ കൂട്ടത്തിലുള്ള ഒരാളാണ് പറഞ്ഞത്, നമുക്ക് ഒരു പ്രവാചകന്റെ അടുത്ത് പോയി ഒന്ന് അന്വേഷിക്കാം, ഒന്ന് തിരക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടെ ചെല്ലുകയാണ്. അവർ അവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു അസാധാരണമായ ഒരു കൂട്ടിമുട്ടലായിരുന്നു അവിടെ വെളിപ്പെട്ടത്. കൂട്ടിമുട്ടലുകൾ നടക്കുമ്പോൾ ശമൂവേൽ എന്ന് പറയുന്ന അഭിഷക്തൻ എന്ത് ചെയ്തു? അവനെ അഭിഷേകം ചെയ്തു. അഭിഷേകം ചെയ്യുമ്പോൾ പിന്നീട് പറഞ്ഞ ഒരു ദൂത് ഭയങ്കരമായിരുന്നു. 10:6, 1 ശമൂവേൽ 10:6 നോക്കിക്കേ. യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീയും അവരോടുകൂടെ പ്രവചിക്കുകയും ആള് മാറിയതുപോലെ ആയിത്തീരുകയും ചെയ്യും. ഭയങ്കര ഒരു വെളിപ്പാട്, ഭയങ്കരമായ ഒരു അഭിഷേക കൈമാറ്റം അവിടെ വെളിപ്പെടുന്നത്. അവരോട് പറയുക, അടുത്ത ചില ദിവസങ്ങൾ കഴിയുമ്പോൾ, അടുത്ത ചില ദിനങ്ങളിൽ, അടുത്ത ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ നിന്റെ മേൽ ഈ അഭിഷേകം ഒഴിച്ച് നിന്നെ അഭിഷേകം ചെയ്തതിൻ്റെ റിസൾട്ട്, നീ അടുത്ത ചില ദിനങ്ങൾ കഴിയുമ്പോൾ യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വരും. യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ പിന്നെ നീ ആള് മാറിയത് പോലായിത്തീരും. എങ്ങനെ ആള് മാറുന്നത് പോലെ? നീ ഒരു പ്രവാചകനായി നീ ആള് മാറും. ഹല്ലേലൂയ. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ, നിങ്ങളോട് ഞാൻ ഒരു ദൈവശബ്ദം പറയാം. പറ്റുമെങ്കിൽ നിങ്ങളുടെ കരമൊന്ന് തലയിലോട്ടൊന്ന് വെച്ച് ആത്മാവിലൊന്ന് പറയാൻ കഴിയുമോ? ഞാൻ ആള് മാറുന്നത് പോലെ ആകാൻ പോവുക. ഞാൻ ആള് മാറും. പറഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ മാറും, ഈ അവസ്ഥകൾ മാറും,
എൻ്റെ ശുശ്രൂഷയ്ക്കകത്ത് മാറ്റമുണ്ടാകും. ഞാൻ ആള് മാറും. ഒന്ന് ചേർന്ന് പറയാൻ കഴിയട്ടെ. ഇവിടെ പറയുന്ന അഭിഷേകം നിന്നെ ആള് മാറ്റാൻ പോവുകയാണ്. യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വരുമ്പോൾ നിന്റെ മേൽ ഒരു കൃപാവരം കൂടെ ഓപ്പറേറ്റ് ആകുക. എന്ത്? പ്രവാചകൻ എന്നുള്ള കൃപാവരം നിന്റെ മേൽ വരാൻ പോവുക. നീ വലിയ ഒരു ജനക്കൂട്ടത്തെ, ആത്മമണ്ഡലങ്ങളെ പിടിക്കുന്ന, അഭിഷേകത്തെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയായി നീ മാറാൻ പോവുകയാണ്. ദൈവം നിന്നെ അങ്ങനെ കൊണ്ട് ഉപയോഗിക്കാൻ പോവുകയാണ്. എന്നെ കാണുന്ന ഏതോ ഒരു അഭിഷക്തന്മാരോട് പറയാം, നിന്റെ ഈ സാഹചര്യങ്ങളെല്ലാം ഭയങ്കരമായി മാറാൻ പോവുക. ഒരുപക്ഷെ ഇന്ന് വരെ നിന്റെ പേര് ആർക്കും അറിയത്തില്ലായിരിക്കാം. ഇന്ന് വരെ നിന്നെക്കുറിച്ച് ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന അഭിഷക്തനെ, നിങ്ങളോട് ഞാൻ ഒറ്റക്കാര്യം പറയുന്നു, ദൈവത്തിൻ്റെ അഭിഷേകം നിന്റെ മേൽ വരാൻ പോകുന്നു. നീ അസാധാരണമായിരിക്കുന്ന ആത്മമണ്ഡലങ്ങളെ പിടിക്കുന്ന ഒരു ശുശ്രൂഷകനായി, കുടുംബമായി, നിന്റെ തലമുറ നീ പുറത്തു വരും. നീ ആള് മാറുന്നത് പോലെ ആയിത്തീരാൻ പോകുന്നു. 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, അവർ അവിടെ ഗിരിയെങ്കിലെത്തിയപ്പോൾ ഒരു പ്രവാചക ഗണം ഇതാ അവനെതിരെ വരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു. അവൻ അവരുടെ ഇടയിൽ പ്രവചിച്ചു. ഞാനിപ്പോൾ അവിടെ ആത്മീയ ദൂത് പറയാം. ചില ദൈവിക അഭിഷേകം നിന്റെ മേൽ വീണ് നിനക്കതിനുള്ള പ്ലാറ്റ്ഫോമുകളെ ദൈവം ഒരുക്കി തരാൻ പോവുകയാണ്. നിനക്ക് എതിരെ ഒരു ഗണം വരും. നിനക്ക് എതിരെ ചില കാര്യങ്ങൾ തുറന്നു വരും. നിനക്കെതിരെ ചിലത് ഓപ്പൺ ആകും. ഈ ഓപ്പൺ ആകുന്നതിൻ്റെ റിസൾട്ട് നിന്റെ ഒരു പ്ലാറ്റ്ഫോമായി മാറും. ആ പ്ലാറ്റ്ഫോമുകൾ നിനക്കൊരു ബ്രേക്ക് ത്രൂ ആയി മാറും. നിന്റെ ലൈഫിനകത്തൂടെ അത് മൂവ് ആകും. ഇന്നലെ വരെ നിന്നെ മാറ്റി നിർത്തിയിരിക്കുന്നവർ, നിന്നെ കണ്ടിട്ടില്ലാത്ത, നീ പോയിട്ടില്ലാത്ത ചില ദേശങ്ങൾ, കണ്ടിട്ടില്ലാത്ത ചില ബന്ധങ്ങൾ നിന്നിലേക്ക് കണക്റ്റ് ആകും. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുവാൻ തയ്യാറാണോ? എന്നെ കാണുന്ന പ്രിയപ്പെട്ട ദൈവദാസനെ, കുടുംബമേ, ഒരു അഭിഷേകത്തെ കൊതിക്കുന്ന തലമുറയെ, ഈ 2021 നീ ആള് മാറാൻ പോവുക. നിന്റെ സ്വപ്നങ്ങൾക്ക് അവൻ ചിറക് മുളപ്പിക്കാൻ പോകുക. അസാധാരണമായ തലങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുപോകാൻ പോകുക. ഇപ്പോൾ തന്നെ വിശ്വസിക്കാൻ തയ്യാറാകുക. ആള് മാറിയതുപോലെ നിന്റെ ജീവിതത്തിനകത്ത് ഭയങ്കരമായ ചലനങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്തു തരാൻ പോകുന്നു. വിശ്വസിക്കുക, പറയുക. ഈ ശബ്ദത്തെ ഏറ്റെടുത്ത് നന്നായി രീതി പറയുക. ഞാൻ ആള് മാറാൻ പോകുക. എൻ്റെ മേൽ മാറ്റങ്ങൾ നടക്കാൻ പോകുക. എൻ്റെ കുടുംബത്തിൽ മാറ്റങ്ങൾ നടക്കാൻ പോകുക. എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ നടക്കാൻ പോകുക. വിശ്വസിച്ച് പറയാൻ തയ്യാറാകുക. ആത്മാവിൽ കണ്ടുകൊണ്ട് പറയാൻ തയ്യാറാകുക. ആത്മാവിൽ അത് ഡിക്ലെയർ ചെയ്ത് പറയാൻ തയ്യാറാകുക. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഈ ദൂതുകളെ ഞാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ ദൈവശബ്ദം കേട്ട് ഈ വചനത്തെ സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും അവൻ്റെ ലൈഫിനകത്ത് ആള് മാറട്ടെ. നിന്റെ തലമുറ ശാപമായി കിടക്കുന്ന പോലെ, നിന്റെ തലമുറയ്ക്ക് ഗതിയില്ലാതെ കിടക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ, എന്നെ കാണുന്ന മാതാപിതാക്കളെ, നിന്റെ തലമുറയെ, നിന്റെ കുഞ്ഞുങ്ങളെ ആത്മാവിൽ കണ്ടുകൊണ്ട് പറ, എൻ്റെ കുഞ്ഞുങ്ങൾ ആള് മാറാൻ പോവുക. അവരുടെ ക്യാരക്ടർ മാറാൻ പോവുക. അവരുടെ ശൈലികൾ മാറാൻ പോവുക. ഒരു വാറ്റത്വത്തെ കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ പറ, ആ വാറ്റത്വങ്ങൾ ആള് മാറി കയറി വരാൻ പോവുക. ആ വാറ്റത്വങ്ങൾ അങ്ങനെ നിറവേറാൻ പോവുകയാ. ജീവിതത്തിൽ എനിക്ക് മാറ്റങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവി പറ, എൻ്റെ ക്യാരക്ടർ മാറാൻ പോവുക. എൻ്റെ ഹസ്ബൻഡിൻ്റെ ക്യാരക്ടർ മാറാൻ പോവുക. എൻ്റെ കുഞ്ഞുങ്ങളുടെ ക്യാരക്ടറുകൾക്ക് മാറ്റമുണ്ടാകാൻ പോവുക. ആള് മാറുന്നത് പോലെ ആയിത്തീരാൻ പോകുന്നു എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, ഞാൻ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങൾക്ക് മാറ്റമുണ്ടാകട്ടെ, തലമുറകൾക്ക് മാറ്റമുണ്ടാകട്ടെ, കുടുംബ ബന്ധങ്ങൾക്കൊരു മാറ്റമുണ്ടാകട്ടെ, ദൈവപ്രവർത്തികൾ അങ്ങനെ സംഭവിക്കാൻ തുടങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള ദൈവിക സമാധാനം, അനുഗ്രഹങ്ങളും കുടുംബങ്ങളുടെ ദൈവം പകർന്നാട്ട്. മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒറ്റക്കാര്യം പറയുന്നു, ആള് മാറാൻ പോകുന്നു എന്ന് വിശ്വസിക്കുക.
കാണുക. പ്രാർത്ഥിക്കുക, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ.